റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിലെ വിൻറ്റേജ് ക്യാമറകളുടെ സ്റ്റാൾ കാണികളെ ആകർഷിക്കുന്നു. വിവിധ കാലഘട്ടങ്ങളിലുള്ള ക്യാമറകളുടെ നീണ്ട നിരയാണ് എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. എലിക്സിയർ സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫിയുടെ എം മനുവിൻ്റെ ശേഖരത്തിലുള്ള ക്യാമറകളുടെ നീണ്ട നിരയാണ് എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിലാണ് സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഏറെ കൗതുകമാണ് പഴയ ക്യാമറകളുടെ നീണ്ട നിര സമ്മാനിക്കുന്നത്. പതിനഞ്ച് വർഷം കൊണ്ടാണ് 400 ക്യാമറകൾ മനു സ്വന്തമാക്കിയത്. ഇതിന് നീണ്ട യാത്രകളും ആവശ്യമായി വന്നു. ഒപ്പം 5 വർഷമായി വിവിധയിടങ്ങളിൽ എക്സിബിഷനുകളും നടത്തി വരുന്നു. എൻ്റെ ഉള്ളതിൽ ഇപ്പോൾ ഏറ്റവും പഴക്കമുള്ള ക്യാമറ ഇതാണ്. ഇത് 1887 മെയ്ഡാണ്. 1887. ഇത് ലണ്ടനാണ്, മെയ്ഡ് ഇൻ ലണ്ടനാണ് സാധനം. ഇത് ചെറിയ ഫോർമാറ്റാണ്, വളരെ ചെറിയ സൈസിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫീൽഡ് ക്യാമറ ആയിരുന്നു. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ മൂല്യമുള്ളൊരു ക്യാമറയാണ്. ലൈക്ക എന്നാണ് പേര്. ലൈക്കയാണ് ക്യാമറ. ഇത് വളരെ റെയറാണ്. ഇത് വളരെ അപൂർവം ക്യാമറയാണ്. ഒരുപാട് പഴക്കമുള്ളതാണ്. 1933 ആ സമയത്തെ ക്യാമറയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ടറുകൾ ഇത് 16mm പ്രൊജക്ടറാണ്. ഇതൊക്കെ ഇന്ത്യൻ മെയ്ഡാണ് വരുന്നത്. ഇതുപോലെ തന്നെ 16mm പ്രൊജക്ടറാണ്. വർക്കിംഗ് കണ്ടീഷനാണ്. നമുക്ക് സിനിമ കാണാൻ പറ്റും. രണ്ടും സൗണ്ട് പ്രൊജക്ടർ കൂടിയാണ്, സൗണ്ട് ഉള്ളതാണ്. 1800കളുടെ അവസാനമിറങ്ങിയ ക്യാമറകൾ മുതൽ ഫിലിം ക്യാമറകൾ നിർത്തലാക്കുന്ന 2005 വരെയുള്ള കാലഘട്ടത്തിലെ ക്യാമറകൾ വരെ കളക്ഷനിലുണ്ട്. ഫോട്ടോഗ്രാഫിയോടുള്ള അതിയായ താല്പര്യവും ഇഷ്ടവുമാണ് ഈ ശേഖരത്തിലേക്ക് മനുവിനെ നയിച്ചത്. ഇൻസ്റ്റൻറ്റ് ക്യാമറ, വീഡിയോ ക്യാമറ, TLR ക്യാമറ, SLR ക്യാമറ തുടങ്ങി നിരവധി ഇനങ്ങളുണ്ട്. ക്യാമറ കൂടാതെ പ്രൊജക്ടർ, വിവിധതരം ഫിലിമുകളെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ഫെസ്റ്റിവൽ കാണാനെത്തുന്ന നിരവധി ആളുകളാണ് എക്സിബിഷനും കണ്ട് മടങ്ങുന്നത്. ആളുകൾക്ക് ക്യാമറകളുടെ പഴക്കവും ചരിത്രവുമെല്ലാം പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കാനും മനുവും കൂട്ടരും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.